ഹായ്, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ സൂര്യനാരായണൻ വർഷങ്ങളോളം മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ആ മഹാരഹസ്യം അബിയോട് വെളിപ്പെടുത്തുന്നതും അത് കേട്ട് അബി ഷോക്കാകുന്നതും പിന്നെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിനു മുൻപ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. സൂര്യനാരായണൻ്റെ റൂമാണ് കാണിക്കുന്നത്. അവിടെ അമലുമുണ്ട്. അമലിനോട് സൂര്യനാരായണൻ പറയുകയാണ്, നീ പോയി അബിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യങ്ങളൊക്കെ ഇനിയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയും ഉണ്ടാകില്ല. ആ ഭാരം തന്നെ കൊണ്ട് ഇനി താങ്ങാനും കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സൂര്യനാരായണൻ അതൊക്കെ അബിയോട് വെളിപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അമൽ പറഞ്ഞതനുസരിച്ച് അബി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. തമ്പി ജാനകിയെ തന്തയില്ലാത്തവൾ എന്നൊക്കെ വിളിച്ച് അപമാനിച്ചതിനെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്. തമ്പിയുടെ ആ പ്രവൃത്തി സൂര്യനാരായണനെയും അബിയെയും വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. സൂര്യനാരായണൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന അവൻ ഒളിപ്പിച്ചു വെച്ച അവൻ്റെ ഒരു വൃത്തികെട്ട മുഖമുണ്ട്. അത് എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ തമ്പിയുടെ ഇന്നലകളെപ്പറ്റി നീ അറിയണം. നിനക്കറിയാമോ, തുളസിക്കതിരിൻ്റെ പരിശുദ്ധിയുള്ള ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ. ഞാനും വിശ്വനാഥനും കൂട്ടു ബിസിനസ് തുടങ്ങുന്ന കാലം ഞങ്ങളുടെ ഓഫീസിൽ ഒരു അക്കൗണ്ടൻ്റായി ആയിരുന്നു ആ പെൺകുട്ടി. ഒരു സാധു പെൺകുട്ടിയായിരുന്നു. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞതിൻ്റെ ശേഷം ആ പെൺകുട്ടി വരാതായി. തമ്പിയോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൾ ഏതോ ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി എന്നാണ്. പക്ഷേ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ എനിക്ക് 10 മാസം വേണ്ടി വന്നു. ഓഫീസിൽ ഞാനില്ലാത്ത ഒരു ദിവസം ഓവർ ടൈം ജോലി കൊടുത്ത് വിശ്വനാഥൻ തമ്പി അവളെ പിടിച്ചിരുത്തി. എന്നിട്ട് ഓഫീസിൽ നിന്ന് എല്ലാവരും പോയപ്പോൾ അവൻ അവളെ നശിപ്പിച്ചു. അത് പറയുമ്പോൾ തന്നെ സൂര്യനാരായണൻ വല്ലാതാകുന്നുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. എന്നിട്ടാണ് വീണ്ടും പറയുന്നത്, പിന്നെ ആ പെൺകുട്ടി പ്രഗ്നൻ്റായി. ആ സമയത്ത് തന്നെയാണ് തമ്പി നല്ല സ്ത്രീധനം വാങ്ങി വസുന്ധരയെ വിവാഹം കഴിക്കുന്നത്. പക്ഷെ ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ അവളുടെ വീട്ടുകാർ അവളെ ഇറക്കി വിട്ടു. മാനസിക നില തകരാറിലായ ആ കുട്ടി ഓർഫനേജിൽ നിന്നും മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തി. അവളുടെ പ്രസവകാലം വരെയും അവൾ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അങ്ങനെ അവളൊരു അമ്മയായി. അപ്പോഴാണ് ഞാൻ എല്ലാ വിവരങ്ങളും അറിയുന്നത്. ആ സമയത്ത് സക്കീർ ഹുസൈൻ എന്നെ കാണാൻ വരുന്നത്. ആദ്യമായി ഞാൻ സക്കീർ ഹുസൈനെ കാണുന്നതും അന്നാണ്. അയാൾ എന്നെ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ എത്തുന്നത് അവൾ പ്രസവിച്ച് 5-6 ദിവസം കഴിഞ്ഞാണ്. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ തലേന്ന് ആ അമ്മ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നും ഓടിപ്പോയി. പിന്നീട് ഇതുവരെ അവരെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ കുട്ടി എൻ്റെ കൈകളിൽ എത്തിച്ചേർന്നു. നല്ല ഓമനത്വമുള്ള ഒരു പെൺകുഞ്ഞായിരുന്നു അത്. അപ്പോൾ എനിക്ക് ഒഴുകുചാലിൽ നിന്ന് കിട്ടിയ സീതയെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുഞ്ഞിന് ജാനകി എന്ന പേരിട്ടു. ഇത് കേട്ടതും അബി അങ്ങ് ഷോക്കാകുകയാണ്. എന്നിട്ട് സൂര്യനാരായണൻ പറയുന്നുണ്ട്, അതെ മോനെ, നമ്മുടെ ജാനകിയാണവൾ. നിനക്കിതെല്ലാം താങ്ങാനാകില്ല എന്നെനിക്കറിയാം. പക്ഷെ മോനെ, എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. നിന്നെയും ജാനകിയെയും ഉപദ്രവിക്കാൻ വ്രതം നോറ്റു നിൽക്കുന്ന തമ്പിയുടെ മകളാണവൾ. പിന്നീട് അവളുടെ സ്പോൺസർഷിപ്പ് ഞാൻ ഏറ്റെടുത്തു. ഒരിക്കൽ അവൾ സ്പോൺസറെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ വിദേശത്താണെന്ന് പറയാൻ അവിടുത്തെ മദറിനോട് പറഞ്ഞു. പക്ഷേ അവൾ അറിയാതെ ഞാൻ അവളെ കാണുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൾ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ കമ്പനിയിൽ തന്നെ അക്കൗണ്ടൻ്റായി ജോലി കിട്ടാൻ ഞാൻ തന്നെ അവസരം സൃഷ്ടിച്ചു. അങ്ങനെയാണ് അവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്നതും നിങ്ങളുടെ വിവാഹത്തിലെത്തുന്നതും. അവൾക്കിപ്പോഴും അറിയില്ല അവൾ ഈശ്വരനെപ്പോലെ കാണുന്ന അവളുടെ സ്പോൺസർ ഞാനാണെന്ന്. അങ്ങനെ ഞാൻ തന്നെ മുന്നിട്ട് നിന്ന് നിങ്ങളുടെ കല്യാണം നടത്തിയതിന് ഒരു കാരണവും ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് നമ്മുടെ കമ്പനിയിൽ തമ്പിയുടെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. അതിലൊരു പങ്ക് ദൈവനിയോഗം പോലെ അവൻ്റെ മകൾക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിൻ്റെയും ജാനകിയുടെയും പേരിൽ മൂന്നാറിലെ എസ്റ്റേറ്റ് എഴുതിയതും
ഇന്ന് ഈ വീട് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചതും അവൾ തമ്പിയുടെ മകളായതുകൊണ്ട് മാത്രമാണ്. പിന്നീട് അപർണയുടെ ആലോചനയുമായി അവൾ വന്നപ്പോൾ അവളുടെ അനുജത്തിയും ഈ വീട്ടിലെത്തട്ടെയെന്ന് ഞാൻ കരുതി. ഇങ്ങനെയൊക്കെയാണ് എന്നെ വകവരുത്താൻ ശ്രമിക്കുന്ന ആ തമ്പിയെ ഞാൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. ജാനകിയെ തന്തയില്ലാത്തവൾ, അനാഥ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അവൻ അറിയുന്നില്ല അവൻ പരിഹസിക്കുന്നത് അവനെ തന്നെയാണെന്ന്. അപർണയും അറിയുന്നില്ല അവളുടെ സ്വന്തം ചേച്ചിയെയാണ് അവൾ പരിഹസിക്കുന്നതെന്ന്. ഇതൊക്കെ കേട്ട് അബി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. അബി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് കുറച്ചൊന്ന് ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. സൂര്യനാരായണനാണെങ്കിൽ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ഭാരം ഇറക്കി വെച്ച ഫീലിങ്സിലാണ്. അങ്ങനെ അബി പോയി ഒറ്റയ്ക്കിരിക്കുകയാണ്. എന്നിട്ട് കഴിഞ്ഞുപോയ പല സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ഇത് എങ്ങനെ ഞാൻ ജാനകിയോട് പറയും? തൻ്റെ അമ്മയുടെ ജീവിതം പിച്ചു ചീന്തിയ, തന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന തമ്പിയാണ് അവളുടെ അച്ഛനെന്നറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ കഴിയില്ല. അവൾ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തേക്കാം. അതുകൊണ്ട് തൽക്കാലം അവളോട് പറയണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോഴേക്കും ജാനകി അബിയെ കാണാഞ്ഞിട്ട് എല്ലായിടത്തും തേടി ഒടുവിൽ അവിടെ അടുത്തെത്തി. എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട്, അബിയേട്ടനെ ഞാൻ എവിടെയൊക്കെ തിരിഞ്ഞു? അബി പക്ഷെ ജാനകി ആദ്യമായിട്ട് കാണുന്നത് പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആണ്. ജാനകി അബിയോട് തമ്പിയുടെ കൊള്ളരുതായ്മകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ എങ്ങും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം അച്ഛനാണ് തമ്പിയെന്ന് ജാനകിക്ക് അറിയില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് അമലും അപർണയും തമ്മിലുള്ള വഴക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അബിയും ജാനകിയും വരുന്നുണ്ട്. അബി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം? അപ്പോൾ അപർണ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ അമൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. ജാനകിയുടെ അച്ഛനാരാ അമ്മയാരാ എന്ന് ചോദിച്ചതിന് എന്താ കുഴപ്പം? അപ്പോൾ അബി പറയുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. ജാനകിയുടെ തന്തയാരാ എന്ന് ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട്. നീ എൻ്റെ അനിയത്തിയല്ലേ? അപ്പോൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ അപർണ ഇങ്ങനെ നോക്കുന്നുണ്ട്. പ്രൊമോയിൽ ഇത്രയേ കാണിക്കുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്യണേ. Thanks for watching.